ഹലോ, എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു സംഭവം കാണിച്ചത് നിങ്ങൾക്ക്. ഇത് കണ്ടില്ലേ, തെങ്ങിൻ്റെ ചുവട്ടിലാണ് ഞാൻ കുറച്ച് ചേമ്പിൻ തൈ വെച്ചത്. എല്ലാം നന്നായി വന്നിട്ടുണ്ട്. അതിലൊന്ന് വലിയൊരു ചേമ്പുണ്ട്. കാരണം ഞങ്ങൾക്ക് വേറെ സ്ഥലമൊന്നുമില്ല, ആകെ ഇത്രയും സ്ഥലമുള്ളൂ. അപ്പം ഇന്ന് രാവിലെ നോക്കുമ്പോൾ ആ ചേമ്പിൻ തൈയുടെ ഒടിഞ്ഞ് കിടക്കുന്ന. അപ്പം സംഭവം എന്നാൽ പന്നി വന്നു രാത്രി. പന്നി ശല്യം ഇവിടെ കൂടുതലാണ്. അപ്പം അതിൽ ഒരു ചേമ്പിൻ തൈ പന്നി പറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് കളക്കാൻ വേണ്ടി ഒരാൾ കൈക്കോട്ടെല്ലാം എടുത്തിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. നോക്കട്ടെ എന്താ സംഭവം. കളിച്ച് ശീലമൊന്നുമില്ല, എന്നാലും ചേമ്പായതുകൊണ്ട് അങ്ങനെ വിട്ടു കൊടുക്കൂല എന്നല്ല. കാരണം ഇത് നാളത്തേക്ക് വെച്ചാൽ എന്തായിട്ടും പന്നി വരികയും ചെയ്യും, അത് മുഴുവനും കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ ഏതായാലും തൊട്ടിട്ടില്ല, എൻ്റെ തണ്ട് മാത്രമേ ഒടിച്ചിട്ടില്ല. അപ്പം കിളക്കുന്ന നോക്കിയത് അടിപൊളിയായിട്ട് കിളക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട സാധനമായതുകൊണ്ട് ഇത്ര റിസ്ക് എടുക്കുന്ന കേട്ടോ. അല്ലെങ്കിൽ അത് ചെയ്യൊന്നുമില്ല. അതിപ്പോൾ പൊട്ടിക്കുമെന്ന് തോന്നും, കാരണം ശരിക്കും കിളച്ച് വന്നിട്ടില്ല. അതിൻ്റെ ചുറ്റുവട്ടത്തു നിന്നാണ് കിളക്കുന്നുണ്ട്. പക്ഷേ കിളക്കാൻ അറിയാത്തതുകൊണ്ട് ഇത് വേഗം എങ്ങനെയാണ് കിട്ടേണ്ടതില്ല, തന്താൻ പാടില്ല. അതിപ്പം പൊട്ടും. ഓ, എങ്ങനെയല്ലോ കിട്ടിപ്പോയി. പക്ഷെ അത് പൊട്ടിപ്പോയി കേട്ടോ. അതിൻ്റെ അടിയിലോട്ട സാധനമില്ലത്, അത് കുറച്ചേ കിട്ടിയില്ല, മോൾ ഭാഗം മാത്രമേ കിട്ടിയില്ല. അങ്ങനെ എത്രയും നന്നായി നോക്കി വളർത്തി വേനൽക്കാലത്ത് വെള്ളം ഒഴിച്ച് കൊണ്ടുവന്ന് വളമിട്ടാക്കിയിട്ട് അത് പന്നി കൊടുക്കാനാണ്. അങ്ങനെ വേണ്ട. അപ്പോൾ ഏകദേശം എത്രപ്പോരം കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗം കൂടി കളക്കാനുണ്ട്, അതും കൂടി ഒന്ന് നോക്കട്ടെ. അടിപൊളി. മെല്ലെ മെല്ലെ മെല്ലെ. നിങ്ങളല്ലേ പറഞ്ഞത് ഒന്നുമില്ല എന്നുണ്ടാ. ഇത് ആ മറ്റേ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലോ നമ്മൾ ഇത്രയും ദിവസം നോക്കി നിന്നത് വെറുതെ ആവില്ലേ. ഈ മണ്ണടിച്ചത് കൊണ്ട് തന്നെ ആയിരിക്കും പന്നി പോവാത്തത് അല്ലേ. പന്നിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. മനസ്സിലായി, എന്നെയാണോ ഉദ്ദേശിച്ചത്. അടിപൊളി, നല്ലോണം ഉണ്ടല്ലേ. സൈഡ് കിളക്ക്. ഒരു പാട്ട് പാടിയിട്ട് കളിച്ചോ. ഇത് കഷ്ടമായി കിളക്കട്ടെ. അത് ക്ഷീണം പിടിച്ചിട്ടുള്ളതാ. രാവിലെ പണിക്ക് പോയിട്ട് വന്നിട്ട് ക്ഷീണം പിടിച്ചാന്ന്. അപ്പാന്ന് പന്നി ഇങ്ങനെ കളിച്ചിട്ടത് കണ്ടത്. അപ്പം ഇത് ഇന്ന് വെച്ചാൽ നാളെ രാവിലെ ആകുമ്പോൾ എല്ലാം ശരിയാക്കി തരും. ഒന്നും കിട്ടൂല. അതുകൊണ്ടാണ് പാവത്തിനൊന്ന് പിടിച്ചിറക്കിയത്. എന്തായാലും പന്നീൻ്റെ വായിലേക്ക് കൊടുക്കൂല, അത് ഉറപ്പിച്ച്. മലപ്രദേശത്ത് താമസിക്കുന്നവരേക്കാളും ചെയ്യുമ്പോൾ നമുക്കിപ്പം കിട്ടിയല്ലേ. ബെസ്റ്റ്. ഇത്രയൊന്നും പ്രതീക്ഷിച്ചേട്ടാ. അപ്പോൾ പന്നി കളിച്ചപ്പോൾ നമ്മൾ വിചാരിച്ച് അയാൾ വെറുതെ വന്നൊന്ന് കളിച്ച് നോക്കിയതായിരിക്കും. വേണ്ടില്ല, പാവം. കടയിൽ നിന്ന് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പം ആണ് ഈ പന്നീൻ്റെ അവസ്ഥ ഉണ്ട്. ഇതാ കിട്ടിപ്പോയല്ലോ. പന്നിക്ക് കൊടുക്കൂലെന്നില്ല, വാശിയില്ലാന്ന് ഒരാൾ. ഒന്നിച്ചോടിക്ക് അങ്ങോട്ട് എൻ്റെ വേദിക്ക്. ആള് കൊടുക്കൂലെന്നില്ല, വാശിക്ക് തുടങ്ങിയതാണ്. ഇതാ കിട്ടിപ്പോയില്ലതാ, ഉണ്ടല്ലേ. ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടാ. ഇനി വീണ്ടും കളിച്ച് നോക്കേന്ന്. കൈ കൊണ്ട് കളക്കല്ല, കൈക്ക് നിങ്ങൾ തട്ടിപ്പോ. എൻ്റെ അടിയിലോട്ടുണ്ടാവും. തടുപ്പം നിറച്ചും കിട്ടിയിട്ടുണ്ട് കണ്ട. ഒരു മുറ നിറയെ ഉണ്ട്. എടുത്തിട്ട് പോന്ന പോക്ക് കണ്ട. അതങ്ങനെ കർഷകൻ അതാ ചെമ്പും കളിച്ച് പോന്നു.